സാറേ ഇതിന്റെ അകത്ത് ഇത് എൻട്രി അടിക്കുമ്പോ ഇറർ കാണിക്കുന്നു. ബൈക്ക് നോക്കി എന്റെ പൊന്ന് സീനത്ത് ഇതിന്റെ ബൈക്ക് നോക്കൂ. സാറേ ഞാനിപ്പോ വന്നേല്ലേ ഉള്ളൂ. അത് നോക്കി ചെയ്താൽ മതി. മോളെ ഞാൻ ബാങ്ക് പെൻഷൻ എടുക്കാൻ ചെന്നപ്പോ അവര് പറഞ്ഞു എന്റെ ആധാർ അങ്ങ് പഴകി പോയിരുന്നു, ഇതൊന്ന് ഇവിടെ കൊണ്ട് തന്നാൽ മതി, ഇവര് ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. ഓ ആധാർ അപ്ഡേറ്റ് ചെയ്യാനില്ല. അച്ഛാ പഴയ ആധാർ ഇങ്ങനെ. മോളെ ഞാൻ അത് പഴകിയതെന്ന് പറഞ്ഞ് വെള്ളത്തിൽ മുക്കി ഇട്ടേക്കോ. അയ്യോ അതിപ്പോ എന്താ സാറേ? കോപ്പി ഇരിപ്പുണ്ടല്ലേ? കോപ്പി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നമ്പർ അടിച്ചില്ലേ ചെക്ക് ചെയ്തു. ഇത് ഇപ്പൊ തന്നെ കിട്ടൂ. സൈറ്റ് കിട്ടുന്നില്ല, അങ്ങോട്ട് ഇരിക്കാവോ? സീനത്തെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഉപ്പയും ഉമ്മയും ഞാനുണ്ട്. കല്യാണം കഴിക്കുന്നു? ഒക്കെ ഉറപ്പിച്ച് ചെയ്യാം. സാറേ കരടയ്ക്കുന്ന അവിടെ അധികം സുധാകരൻ കരടയ്ക്കാത്തോണ്ട് ഒരു കുഴപ്പമില്ല. നമ്മളിപ്പം വൈകിയപ്പോഴത്തേക്ക് എല്ലാവരും പിടിയും പറിച്ചല്ലോ ആയത്. നമുക്കിത് അറിയാത്തൊക്കെ ഒന്നുമല്ല, നമുക്കെല്ലാം അറിയാം. നമ്മൾ ഇന്നലെ കാണാൻ തുടങ്ങിയൊന്നുമല്ല കരടച്ച രസീതൊക്കെ. ചേട്ടാ അതിപ്പോ എന്നോട് പറഞ്ഞ ഞാനിപ്പോ എന്ത് ചെയ്യാന്? അത് ഞാൻ മോളെ പറഞ്ഞല്ല, മോക്കും അങ്ങ് ഒരു അനുഭവം വരുമ്പോ പഠിക്കത്തുള്ളൂ. ഒന്നിരിക്കണം, ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തിട്ടൊന്ന് പറയാം. മോളെ എനിക്ക് വിശ്വാസം, മോള് പറഞ്ഞായിരിക്കും. ഇവിടെ പ്രിന്റർ ഒന്നും ആ ഉണ്ട് സാറേ. ഇനി ആ പ്രിന്റർ ശരിയാക്കാൻ വന്ന ആളാണ്. പ്രിന്റർ ഉണ്ട്, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ശരി. എന്തിനാണ്? ഞാൻ ആധാർ ഒന്ന് ശരിയാക്കി. ഞാൻ ഇതുപോലെ ഒരു ബാങ്കിൽ ചെന്നപ്പോ അവരാ പറഞ്ഞ് എന്റെ ആധാറിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ ഇവിടെ വന്ന് കിടന്നു ഇവർക്ക് ഭയങ്കര ഇവര് ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ കമ്പ്യൂട്ടറിൽ ഇരുന്നു നമ്മളൊക്കെ വന്നാലേ ഉള്ളൂ ഇങ്ങനെ. അതുകൊണ്ട് ഇപ്പൊ ഒരു വന്നിട്ട് പോയി അവനോട് പറഞ്ഞു വിട്ടുണ്ടോ അപ്പുറത്തെ മുറിയിലോട്ട് വരാൻ. അച്ഛൻ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ടീമിന്റെ അകത്തൊന്നും ഇടപെടാൻ പോകണ്ട. അല്ലല്ലേ നമ്മളെന്തിനാ ഇടപെടാൻ പോകുന്നത്? അല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛൻ കാരണം വെച്ചായിരുന്നു നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ കൊച്ചു വീടാ. കുഴപ്പമൊന്നുമില്ല, ഇവരെ അറിയരുത്. അത് അറിഞ്ഞാൽ ഇല്ല. അങ്ങനെ നമ്മളങ്ങനെ അറിയിക്കാൻ വേണ്ടിയല്ലല്ലോ. എന്നുവെച്ചാൽ എന്റെ കരമാണ് എനിക്ക് വിഷയം. കര അച്ഛനെ പറ്റും. അത് ഇവരോട് പറഞ്ഞാൽ അവര് ശരിയായി തരുമായിരിക്കും. അവിടെ എന്നെ പറഞ്ഞു വിട്ടു ഇങ്ങോട്ട് വന്നിരിക്കാൻ ഭ്രാന്ത്. മുമ്പേ കണ്ടില്ല അവന് വേറെ ഒരുത്തിന് അപ്പുറത്തോട്ട് പറഞ്ഞു വിട്ടു. അവിടെ വേറെ ആൾക്കാർ കാണുക ചെയ്ത് കൊടുക്കാൻ. സൈറ്റ് വന്നിട്ടുണ്ടേ. ഇപ്പൊ നമ്മള് വിളിച്ചു കണ്ടോ? അതിപ്പോ അവർ നമ്മൾ പറയുന്ന കേട്ടോണ്ടായിരിക്കും. ഇപ്പൊ അവർ കൊണ്ടുവച്ചു അവിടുന്ന്.